വെൽക്കം ബാക്ക് കൈരളി മിറർ. സ്വതേ യുദ്ധപ്രിയനും കലഹപ്രിയനുമായ ബെഞ്ചമിൻ നെതന്യാഹുവിന് അങ്ങ് അമേരിക്കയിൽ നിന്ന് ഡൊണാൾഡ് ട്രംപിനെയും കൂടി കൂട്ടിന് കിട്ടിയതോടെ എന്നാൽ പിന്നെ സൗദി അറേബ്യയുടെ നെഞ്ചത്തും കൂടി കയറിക്കളയാമെന്ന വ്യാമോഹം വല്ലാതെ ഏറിയിട്ടുണ്ട്. കൊല്ലുന്ന രാജാവിന് തിന്നുന്ന മന്ത്രി എന്ന് പറഞ്ഞതുപോലെയാണ് ഡൊണാൾഡ് ട്രംപ് ബെഞ്ചമിൻ നെതന്യാഹു കോംബോയുടെ മട്ടും മാതിരിയും. നാളിതുവരെ ഇസ്രായേലിന്റെ അധിനിവേശത്തിനോ അമേരിക്കയുടെ സാമ്രാജ്യത്വ അജണ്ടകൾക്കോ അലോസരമൊന്നുമുണ്ടാക്കാത്ത രാജ്യമാണ് സൗദി. തൊട്ടയൽപ്പക്കത്ത് ഫലസ്തീനികളെ കൂട്ടത്തോടെ ഇസ്രായേൽ ബോംബിട്ട് കൊല്ലുമ്പോഴും ഫലപ്രദമായ ഇടപെടൽ നടത്താതെ എല്ലാം വിധി എന്ന് വിലപിച്ചവർ. ആ സൗദി അറേബ്യയെയാണ് ട്രംപും നെതന്യാഹുവും കൂടി ഇപ്പോൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഗസയെ കടലോര വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്നതിന് ഫലസ്തീനികളെ ഈജിപ്തും ജോർദാനും ഏറ്റെടുക്കണമെന്നായിരുന്നു ട്രംപിന്റെ ആദ്യ ഉത്തരവ്. അമേരിക്കൻ ആജ്ഞകൾക്ക് ചുണ്ടൊപ്പിട്ട് കൊടുക്കാറുള്ള ഈജിപ്ത് പതിവിന് വിപരീതമായി നടപ്പുള്ള കാര്യം വല്ലതും പറ, ഫലസ്തീനികളെയൊന്നും ഏറ്റെടുക്കാനാവില്ലെന്നു കട്ടായം പറഞ്ഞൊഴിയുകയായിരുന്നു. ഈജിപ്തിന് പിറകെ ജോർദാനും അമേരിക്കയുടെ ആജ്ഞയെ അവജ്ഞയോടെ തള്ളിക്കളയുകയാണ് ചെയ്തത്. ഗസയിൽ ഹമാസും ഉള്ളിടത്തോളം കാലം അധിനിവേശം സുഗമമായി നടക്കില്ലെന്നും അക്സ കൈയടക്കാനാവില്ലെന്നും ഇസ്രായേൽ കുടിയേറ്റക്കാർക്ക് മനസ്സുഖത്തോടെ ഉറങ്ങാനാവില്ലെന്നും നെതന്യാഹുവിന് നന്നായി അറിയാം. കലാഷ്നിക്കോവ് തോക്കും മിസൈലും ഡ്രോണും ഇല്ലാത്ത കാലത്തും ഷെയ്ഖ് അഹമ്മദ് യാസീൻ വളർത്തിയ ഹമാസ് ഇസ്രായേൽ സൈന്യത്തെ ഫലപ്രദമായി പ്രതിരോധിച്ചിട്ടുണ്ട്. കവളക്കല്ലുകൾക്ക് ഇത്രയും പ്രഹരശേഷിയുണ്ടെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തത് തന്നെ ഹമാസും ഫലസ്തീനികളുമാണ്. ഗസ ഒഴിഞ്ഞു കിട്ടണം, ഇസ്രായേലികൾക്ക് സസുഖം വാഴണമെങ്കിൽ അതേ നിവൃത്തിയുള്ളൂ. പറ്റുമെങ്കിൽ ഫലസ്തീനികൾ മുഴുവനായും അവിടം വിട്ടാൽ അത്രയും നല്ലത്. അതിനാണ് തൊഴിലും അത്യാധുനിക സൗകര്യവുമുള്ള സ്വർഗതുല്യമായ ഇടമായി ഗസയെ പുനർനിർമ്മിക്കാനെന്ന വ്യാജ ന്യായം പറഞ്ഞ് അമേരിക്ക ഫലസ്തീനികളെ ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നത്. റിയൽ എസ്റ്റേറ്റ് മുതലാളി കൂടിയായ ട്രംപിന് ഗസയിൽ ട്രംപ് ടവർ നിർമ്മിക്കാനും കാശ് വാരാനും താല്പര്യം ഏറെയുണ്ടാവുക സ്വാഭാവികവുമാണല്ലോ. ഈജിപ്തും ജോർദാനും ഇനി സൗദി തന്നെ സമ്മതം മൂളിയാൽ പോലും രാജ്യം വിട്ടുപോവാൻ ഫലസ്തീനികൾ തയ്യാറാവുമോ? തീമഴ പോലെ ബോംബ് കൊണ്ട് ചെരിഞ്ഞിട്ടും ഗസ വിട്ടുപോകുന്നത് ആലോചിക്കുക പോലും ചെയ്യാത്ത ധീരരാണല്ലോ അവർ. ലോക മുസ്ലിങ്ങൾ ഏകദാനതയോടെ ബഹുമാനിച്ചും അംഗീകരിച്ചും പോന്ന ഉസ്മാനിയ ഖിലാഫത്തിനെ അമേരിക്കയും ബ്രിട്ടനും അടങ്ങുന്ന അച്ചുതണ്ട് തകർത്തിട്ടിപ്പോൾ നൂറ്റാണ്ട് പിന്നിടുന്ന കാലത്താണ് പുണ്യ മക്കയും മദീനയും അടങ്ങുന്ന സൗദിയുടെ നെഞ്ചത്ത് കൂടെ കയറാൻ സാമ്രാജ്യത്വം തിടുക്കം കാട്ടുന്നത്. ഫലസ്തീനികളെ ഏറ്റെടുത്ത് സൗദിയിൽ ഫലസ്തീൻ രാജ്യം ഉണ്ടാക്കണമെന്ന ആവശ്യം ഇപ്പോൾ ഉയർത്തുന്നതിന് പിന്നിൽ രാഷ്ട്രീയമോ ഭൂമിശാസ്ത്രപരമോ ആയ കാരണങ്ങൾ മാത്രമാവില്ലെന്നുറപ്പ്. തങ്ങളുടെ സാമ്പത്തിക രാഷ്ട്രീയ താൽപര്യങ്ങൾക്ക് പുറമെ മതകീയമായ പ്രേരണയും പുതിയ പ്രസ്താവനകൾക്ക് പിന്നിലുണ്ടെന്ന് സംശയിക്കണം. ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സൗദിയിൽ ഫലസ്തീൻ രാഷ്ട്രം പണിയണമെന്ന ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾക്കിടയാക്കുന്ന ദുരവധിഷ്ഠിതമായ രാഷ്ട്രീയ പ്രസ്താവന നടത്തിയത്. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും നോട്ടം എവിടത്തേക്കാണെന്ന തിരിച്ചറിവ് കൊണ്ടോ അതോ ഇനിയും മൗനികളായാൽ പൗരന്മാർ തെരുവിലേക്കിറങ്ങിയേക്കുമെന്ന ഭീതി കൊണ്ടോ എന്നറിയില്ല, സൗദി അതിശക്തമായ ഭാഷയിൽ തന്നെ നെതന്യാഹുവിന് മറുപടി നൽകിയിട്ടുണ്ട്. കാലമെത്രയെടുത്താലും ഫലസ്തീന്റെ മണ്ണ് അവർക്ക് തന്നെയാണ്. ഇസ്രായേലിന്റെ തീവ്രവാദ ചിന്തയാണ് സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കുന്നത്. ഫലസ്തീൻ എന്ന മണ്ണിനോട് അറബ് ജനതക്കുള്ള വൈകാരികവും ചരിത്രപരവുമായ ബന്ധം മനസ്സിലാക്കാൻ അധിനിവേശ മനസ്സുള്ള ഇസ്രായേലിന് സാധിക്കില്ല. ഇതായിരുന്നു സൗദിയുടെ സുവ്യക്തമായ മറുപടി. പശ്ചിമേഷ്യയിൽ അസ്ഥിരത ഉണ്ടാക്കുക എന്നതാണ് അമേരിക്ക ഇസ്രായേലിന്റെ കാലങ്ങളായുള്ള കുറുക്കൻ ബുദ്ധി. സിറിയ, ലബനോൻ, യമൻ, ഇറാൻ, ഇറാഖ് എന്നിവിടങ്ങളിലൊക്കെ ഉണ്ടാവുന്ന സംഘർഷങ്ങൾ അതിന്റെ പ്രതിഫലനമാണ്. പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാവുന്നത് ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ തന്നെ പ്രതികൂലമായി ബാധിക്കും. പൂവ് വീണാലും ബോംബ് വീണാലും നാടുവിടാത്ത ഫലസ്തീനികളെ പോലെയല്ല ഇസ്രായേലികൾ. ബോംബ് വരുന്നു എന്ന് കേൾക്കേണ്ട താമസം ബങ്കറിലേക്കോ വിമാനം പിടിച്ച് അമേരിക്ക, യൂറോപ്പ് രാജ്യങ്ങളിലേക്കോ മണ്ടുന്ന ധൈര്യശാലികളാണ് ബെഞ്ചമിൻ നെതന്യാഹു പിള്ളേരും. അതുകൊണ്ടവർ ഹമാസും ഫലസ്തീനികളും തീർന്നു കിട്ടണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും.